ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് യഥാർത്ഥ ഫീലിങ്സ് ആണോ? എന്താണ് ആ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നാണ് ഞാൻ നോക്കുന്നത്. Seven of Cups, Ace of Swords, Knight of Cups, Five of Cups, Magician, Four of Cups, Nine of Cups, Ace of Pentacles, Ten of Cups, Strength, Seven of Pentacles, World, Three of Pentacles, Seven of Swords, Emperor, Four of Swords, bottom. ഫസ്റ്റ് കാർഡ് തന്നെ സെവൻ ഓഫ് കപ്പാണ്. സെവൻ ഓഫ് കപ്പ്. ആ വ്യക്തി ഒരു അഡിക്ഷനിലെല്ലാം പെട്ട് ഒരു വ്യക്തിയാണ്. ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങളുമായിട്ടുള്ള എല്ലാ വാക്കും പാലിക്കണം എന്നൊക്കെ ആ വ്യക്തി. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റില്ല. മറ്റുള്ള ഓപ്ഷനുകളെല്ലാം സ്റ്റോപ്പാക്കിയിട്ടാണുള്ളത് ആ വ്യക്തി. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എങ്കിലും ആ വ്യക്തി അതിനെയൊക്കെ സ്റ്റോപ്പാക്കി നിങ്ങളെ വേണം. പക്ഷെ ആ വ്യക്തി കാണിക്കുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിലെന്തോ അതിൻ്റെ നേരെ വിപരീതമാണ് ആ വ്യക്തി നിങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ സ്നേഹമാണെങ്കിലും പുറത്ത് കാണിക്കുന്നത് ഈഗോ മാത്രമാണ്. ഏസ് ഓഫ് സോർഡ്, പുതിയൊരു തുടക്കം വേണം. ബുദ്ധിപരമായി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി. ഒരു പുതിയ തുടക്കം വേണം. നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ്. പക്ഷെ കാണിക്കുന്നത് നീ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന ഭാവമാണ് കാണിക്കുന്നത്.
ഒരാഴമുള്ള ബന്ധമാണ് ഇത്. നിങ്ങളെ ആ വ്യക്തിക്ക് വേണം. ഈഗോ കാരണം അതൊന്നും ആ വ്യക്തി വെളിപ്പെടുത്തുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. സോള് എല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് എത്താനാണ് ആ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതാണ്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്പാണ്. അത്രയും വാത്സല്യത്തോടു കൂടെയാണ് നിങ്ങളെ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. അത്രയും സെൻസിറ്റീവാണ്. ഒരു സോഫ്റ്റായ ഒരു മനസ്സിനുടമയാണ്. നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ്. എല്ലാവരോടും സഹാനുഭൂതി എല്ലാം ഉള്ളൊരു നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഈഗോ ആണ് ഈ വ്യക്തിക്ക്. ആ വ്യക്തി നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തോ ഒരു നാണക്കേടോ എന്തോ ആ വ്യക്തിയുടെ എല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരു ഈഗോ പൊതിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അത്രയും ഉള്ളിൽ സ്നേഹമാണ്. പക്ഷെ കാണിക്കുന്നതോ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ അങ്ങനത്തെ സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എന്തോ സംഭവിക്കും എന്ന പോലത്തെ അതിൻ്റെ എല്ലാം നശിച്ചു പോകുന്നോ അങ്ങനത്തെ ഒരു ഈഗോ പൊതിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പ് അത്രക്കും ഉള്ളിൽ അത്രയും നല്ല സ്നേഹമാണ്. ഒരു നിഷ്കളങ്കമായൊരു സ്നേഹത്തിന് ഉടമയാണ് ആ വ്യക്തി. പക്ഷെ പറഞ്ഞിട്ടെന്താ, നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങളെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെല്ലാം കൊടുത്ത് അത്രയും വേദനിക്കുന്നുണ്ട്. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്, നിങ്ങളെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ ആയിട്ട് എന്താ കാര്യം? അത് പുറത്ത് കാണിക്കാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പുറത്ത് കാണിച്ചാലല്ലേ അതിന് കാര്യമുള്ളൂ. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് കപ്പാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആ വ്യക്തി ഓർത്ത് ദുഃഖിക്കുന്നത്. നഷ്ടപ്പെടുത്തി ഞാൻ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖിക്കുകയാണ്. ഞാൻ ആ ദുഃഖത്തിൻ്റെ പ്രതീകമായിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയോ, എനിക്ക് കിട്ടില്ലേ എന്നൊക്കെ ഓർത്തിട്ട് ആ വ്യക്തിക്ക് തനിച്ചിരുന്ന് ഇങ്ങനെ ദുഃഖത്തിൽ അങ്ങനെ ആഴ്ന്ന് ആ ദുഃഖം തേച്ചു ഞാൻ തന്നെ വഹിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആഴ്ന്നിറങ്ങി ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് 5 ഓഫ് കപ്പ്. നിങ്ങൾക്കൊരു സന്തോഷവും തന്നില്ല എന്നൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അടുത്ത് കാണുമ്പോൾ ഈഗോ ആണ് വർക്കൗട്ട് ആവുക. ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ഇതൊക്കെ ഇങ്ങനെ ഭാവിച്ച് തലയിൽ കയറ്റി വെക്കും. എന്നിട്ട് വേദനയും തന്നിട്ട് വിടും. അതാണ് സംഭവം ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ലൊരു ഫീലിങ്സ് ആണ്. അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരുപാട് നിങ്ങൾക്ക് സ്നേഹം തരണം, അങ്ങനെയെല്ലാം ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ആ വ്യക്തിക്ക് ഈഗോ ആണ്. അടുത്തത് മജിഷ്യനാണ്. നിങ്ങളെ പഴയതിലും പവർഫുള്ളായ ഒരു എന്താ പറയണ്ടേ, അത്രയും സ്നേഹിച്ച് കൊല്ലണം എന്നൊക്കെ ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് നേടി വാങ്ങിക്കുന്നുണ്ട്. നിങ്ങളെ ഒട്ടും വേദനിപ്പിക്കാതെ എനിക്ക് സ്നേഹിക്കണം, അതിന് നിങ്ങളെ അങ്ങോട്ട് കിട്ടണം എന്നൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് മജിഷ്യൻ അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തി. നിങ്ങളോട് കാണിക്കുന്നതെല്ലാം അഭിനയമാണ്. ഫീലിങ്സ് എന്താ ഹൈഡ് ചെയ്ത് വെക്കും. ഉള്ളിലുള്ള ഈ ഫീലിങ്സ് എന്നും ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടി എന്നൊന്നും ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളോട് പറയില്ല കേട്ടോ. ഉള്ളതെല്ലാം ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് ആ വ്യക്തിനെ അത്ര കണ്ട് വേദനിപ്പിക്കുന്നത്. ആ വ്യക്തിനെ അത് ഓർക്കുമ്പോൾ, നിങ്ങൾ തമ്മിലുണ്ടായ ആ പ്രശ്നങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തി തളർന്നു പോകുന്നൊരവസ്ഥയാണ്. അത്രക്കും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നിപ്പം ആ വ്യക്തി മാറി നിൽക്കുന്നത്. നിങ്ങളില്ലാതെ ആ വ്യക്തി വെരി സാഡാണ്. അത് നിങ്ങൾ അറിയാൻ പാടില്ല. നിങ്ങൾ അറിയുന്നത് ആ വ്യക്തിക്ക് ഒരു വല്ലാത്ത ഒരു കുറച്ചിലാണ്, പുറത്ത് കാണിക്കില്ല. ഈഗോ ആണ് വർക്കൗട്ട് ആവുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന എല്ലാ മാർഗവും ഉപയോഗിച്ച് ആ വ്യക്തി നിങ്ങളെ അറിയാവുന്ന, നിങ്ങളുടെ എവിടേക്ക് പോകുന്നു, നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ എന്താണ് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, അതൊക്കെ ആ വ്യക്തിക്ക് എല്ലാം ഉള്ളിലൂടെ അറിയണം. അത്രക്ക് ദോരയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഡെയിലി ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു, ഇതൊക്കെ ഒന്നും വിടാണ്ട് ആ വ്യക്തിക്ക് അറിയണം. ആ വ്യക്തിയുടെ കൂടെ ഇപ്പം എല്ലാം ഉണ്ട്, പക്ഷേ ആ വ്യക്തി ഹാപ്പിനെസ്സേ ആ വ്യക്തിക്കില്ല. അതാണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾ ആ വ്യക്തിനെ കാണുമ്പോൾ ഒരു കാരണവശാലും ആ വ്യക്തി ഇങ്ങനെയല്ല അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. അത്രക്ക് ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഭാവത്തിലാണ് ആ വ്യക്തി മുന്നോട്ട് പോവുക. നിങ്ങളുമായിട്ട് നിന്നുപോയ ആ സ്നേഹം പൂത്ത് തളിർത്ത് കൊണ്ടുവരാനാണ് ആ വ്യക്തി മജിഷ്യനിൽ ആ വ്യക്തി യൂണിവേഴ്സോട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതിലും നല്ലൊരു സ്നേഹമായിട്ട് പൂത്ത് തളിർത്ത് പഴയ ആ കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം അവിടെ ക്ലോസ് ആക്കിയിട്ട് ഒരു പുതിയൊരു തുടക്കമായിട്ട് പൂത്ത് തളിർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ വ്യക്തി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. അത്രയും നിങ്ങളായിട്ട് ആ വേദനിപ്പിച്ച സംഭവം ആ വ്യക്തിക്ക് ഓർക്കാനേ ഇഷ്ടമല്ല. അത്രയും ഹൈഡിങ് ആയ ഒരു വ്യക്തിയാണ്. ഒന്നും പുറത്ത് കാണിക്കൂല, ഉള്ളിൽ ഇങ്ങനെ സ്നേഹം. എൻ്റെ ഉള്ളിലുള്ള വേദന മറ്റാരും അറിയണ്ട, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. ഈ തേർഡ് പാർട്ടി പല കള്ളങ്ങളും പറഞ്ഞിട്ടാണ് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെ. അപ്പം ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്, മനസ്സുകൊണ്ട് പറയുന്നത് എല്ലാം എൻ്റെ തെറ്റാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ നിങ്ങളോട് വേദനിപ്പിക്കേണ്ടി വന്നതും അതൊക്കെ ഓർത്തിട്ട് ആ സമ്മർദ്ദം ആ വ്യക്തിനെ തളർത്തിക്കളയുന്നൊരവസ്ഥയാണ്. ആ വ്യക്തി അത്രക്കൊന്നും ഇല്ല, ആ ഒരു പാവാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഉണ്ടായ സംഭവം ഞാൻ കാരണമാണല്ലോ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നത്. അതാണ് ആ വ്യക്തിനെ അത്രക്കും സേഡാക്കുന്ന സംഭവം. ഞാൻ കാരണമാണല്ലോ, ആ വ്യക്തി അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തി ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഓർക്കുമ്പം ആ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്പാണ്. 4 ഓഫ് കപ്പ് എന്ന് വെച്ചാൽ അത് ഏതോ ലോകത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. സംഭവിച്ചതെല്ലാം ആലോചിച്ച് മെൻ്റലാക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടുപോയല്ലോ. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളോട് പ്രവർത്തിച്ചത്. നിങ്ങളെയാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം, പക്ഷെ നിങ്ങളെയാണ് ഏറ്റവും വെറുപ്പ് എന്ന രൂപത്തിലാണ് നിങ്ങളുടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെന്താ ചെയ്യാം? ഇനി വന്ന് സ്നേഹവുമായി വന്ന നിങ്ങൾ റിജക്റ്റ് ചെയ്യോ? അതൊക്കെയാണ് ഈ 4 ഓഫ് കപ്പിൽ ആ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്. അത്രയും പൂത്ത് തളിർത്ത ഒരു ബന്ധമാക്കി സ്നേഹമാക്കിയിട്ട് ആ വ്യക്തിക്ക് വേണം. അത്രയും ഇമോഷണലി നിങ്ങളെ ആ വ്യക്തിക്ക് വേണം. അത്രയും ഈ നോ കോണ്ടാക്റ്റിൽ ആ വ്യക്തി സാഡാണ്. എന്നിട്ട് പുറത്ത് അഭിനയിക്കുകയും വേണം. ഈ സേഡായ മനസ്സ് എടുത്ത്
ഡ്രസ്സെല്ലാം ചെയ്തിട്ട് മറ്റേ രൂപത്തിൽ കാണിച്ച് അഭിനയിക്കുകയും വേണം. അതൊരു വല്ലാത്തൊരു പിരിമുറുക്കം തന്നെ. ഉള്ളിൽ പിരിമുറുക്കം, പുറത്തിങ്ങനെ ചിരിച്ച് കാണിക്കുകയും വേണം. അതാണ് ഇവിടുത്തെ സംഭവം കേട്ടോ. അത്രയും കുറ്റബോധവും നിശ്ചയിക്കലും എല്ലാം ഉള്ളിൽ നടക്കുന്നത്. പുറത്ത് ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുകയും വേണം. എന്താ ചെയ്യുക? നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്പാണ്. എല്ലാം നേടിയ ഒരു സന്തോഷത്തിലേക്ക് വരണം ആ വ്യക്തിക്ക്. വളരെ സ്നേഹം. അത്രയും നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച ആ നല്ല ഫസ്റ്റ് ഉണ്ടായ ഇതെല്ലാം ഓർക്കുമ്പം ചിരി വരികയാവുന്ന ആ വ്യക്തിക്ക്. അത്രയും സന്തോഷം. മിസ് ചെയ്യുന്നു. ഒരു കോൺഫിഡൻ്റ് എല്ലാം വരുന്നു. എന്തായാലും എൻ്റെ വ്യക്തി എന്നെ റിജക്റ്റ് ചെയ്യില്ല. എൻ്റെ വ്യക്തി അത്രക്ക് എൻ്റെതാണ്, എൻ്റെ മാത്രമാണ്. നിങ്ങൾ വേറെ ആരും നോക്കരുത്. നിങ്ങൾ ആ വ്യക്തിനെ വെറുപ്പിക്കരുത്. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ വ്യക്തിയുടെ സ്വന്തമാണ്. പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിരി വരുന്ന ആ വ്യക്തിക്ക്. അത്രയും 9 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം തോന്നുന്നു നിങ്ങളെ ഓർക്കുമ്പോൾ. നിങ്ങൾ കൊടുത്ത സ്നേഹവും അതെല്ലാം ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് അത്ര സന്തോഷം വരുന്നു. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻഡിക്കലാണ്. ഏസ് ഓഫ് പെൻഡിക്കൽ ഓപ്പർച്യൂണിറ്റി എല്ലാം ആ വ്യക്തിക്ക് വരുന്നുണ്ട്. ന്യൂ ബിഗിനിങ് വേണം ആ വ്യക്തിക്ക്. നിങ്ങൾക്കൊരു നല്ല ഉറച്ചൊരു കമ്മിറ്റ് തരണം. പിന്നെ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഒരു നല്ലൊരു ബോണ്ടിങ് നമ്മൾ തമ്മിൽ ഉണ്ടാക്കണം. പഴയതെല്ലാം എൻഡാക്കിയിട്ട് ഒരു പുതിയ തളിർത്ത് പുതിയൊരു ലവായിട്ട് റൂട്ടിന്നേ തുടങ്ങിയിട്ടൊരു ബന്ധം വേണമെന്ന്. അത്രയും ഒരു നിങ്ങളുമായിട്ട് കമ്മിറ്റ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയൊരു തുടക്കം കുറിക്കണം. അതാണ് ആ വ്യക്തിക്ക് വേണ്ടത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്പാണ്. ഒരു അത്രയും ഫുൾഫിൽമെൻറ്റ്, ഹാപ്പി ഫാമിലി നിങ്ങളുമായിട്ട് സ്വപ്നം കാണുക ആ വ്യക്തി. എന്നിട്ട് നമ്മളൊരു ഹാപ്പി ഫാമിലി ആയിട്ട് മക്കളും എല്ലാം ആയിട്ട് എല്ലാവിധ ഹാപ്പിനെസ്സോടും കൂടെ നമുക്ക് കഴിയണം. ഇതുവരെ ഉണ്ടായ സംഭവം എല്ലാം മാറി മറിഞ്ഞ് ഒരു 10 ഓഫ് കപ്പാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത്. നമ്മളെ ടോപ്പിക്ക് ആ വ്യക്തി കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണോ എന്നല്ലേ, യഥാർത്ഥ ഫീലിങ്സ് ആണോ എന്നല്ലേ. യഥാർത്ഥ ഫീലിങ്സ് അല്ല. ഫീലിങ്സ് ഇതാണ്. 10 ഓഫ് കപ്പാണ് ഫീലിങ്സ്. പക്ഷെ കാണിക്കുന്നതോ നേരെ ഓപ്പോസിറ്റ്. ഒരു സെലിബ്രേറ്റ് ചെയ്യണം, മക്കളും എല്ലാം ആയിട്ട് നല്ല ഒരു അത്രയും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത്. നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത്താണ്, എൻ്റെ എല്ലാവിധ സ്ട്രെങ്ത്തും നീയാണ്. എനിക്ക് എൻ്റെ നീ ഇല്ലെങ്കിൽ എനിക്ക് ഒരു ശക്തിയില്ലാത്ത പോലെയാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ ധൈര്യവും മാനസിക ധൈര്യവും എൻ്റെ എല്ലാവിധ സ്ട്രെങ്ത്തും നീയാണ്. ഒരു എന്താ പറയുക, ഒരു ധൈര്യം, എനിക്കൊരു ധൈര്യം കിട്ടുന്നത് നിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഒരു എല്ലാത്തിൽ നിന്നും എനിക്കൊരു നിയന്ത്രണം കിട്ടുന്നതും നീയാണ് എന്നാണ് ഒരു ആന്തരിക ശക്തി, ആത്മവിശ്വാസം, ആത്മാവിനൊരു ശക്തി കിട്ടുന്നതും സ്വാധീന ശക്തി എല്ലാം
മാനസിക ധൈര്യവും നിങ്ങളാണ് കൊടുത്തിരുന്നതെന്നാണ് ആ വ്യക്തി ഓർക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ തരാത്ത ആ സ്നേഹങ്ങളൊക്കെയും തരണം, നിങ്ങളുടെ മനസ്സ് നിറക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത്. ഈ നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിപവറാണ്. അത് ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങളോട് ചെയ്തു പോയതിലെല്ലാം ക്ഷമ ചോദിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്. അത്രയും ആഴത്തിൽ ആ വ്യക്തി നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തെ പറ്റിയും എല്ലാം ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. എല്ലാം കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് നല്ലൊരു, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹങ്ങൾ അതനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് വരണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെൻഡിക്കലാണ്. ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയാലും ഇനി രണ്ടാളും കണ്ടുമുട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈഗോ ആണ് വർക്കൗട്ട് ആവുന്നത്. അതാണ് ഇവിടുത്തെ കാണുന്നത്. 7 ഓഫ് കപ്പ് ഒരു അഡിഷൻ, തെറ്റിദ്ധാരണ, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ലക്കി ചമാണ് എന്നൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളെയാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരുപാട് സ്വപ്നങ്ങളും നിങ്ങളെക്കുറിച്ച് കാണുമ്പോൾ ഇനി അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെയെല്ലാം ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് വേൾഡ് കാർഡാണ്. ഉദ്ദേശിച്ച എല്ലാ നേട്ടങ്ങളും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് എല്ലാവിധ സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും എല്ലാം കൊണ്ടുവരണം എന്നൊക്കെയാണ് അവസാനം വരെ ഒന്നിച്ച് ബോണ്ടായിട്ട് ഒന്നിച്ചുണ്ടാവണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. ഈ ലോകത്ത് തന്നെ ആ വ്യക്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ത്രീ ഓഫ് പെൻഡിക്കൽ. മറ്റുള്ളവരെല്ലാം തടസ്സപ്പെടുത്തിയിട്ടും മറ്റുള്ളവരെല്ലാം പാര വെച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നെല്ലാം ആ വ്യക്തിക്ക് അറിയാം. ഒന്നിലധികം പേര് നിങ്ങൾക്ക് 2 പേർക്കും പാര വെക്കുന്നുണ്ട്, കുടുംബത്തിലും സുഹൃത്തിലും എല്ലാവരും. അതാണ് ത്രീ ഓഫ് പെൻഡിക്കലിൽ പറയുന്നത്. ആ വ്യക്തിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റണില്ല. അങ്ങനെയെല്ലാം ഉള്ള പലരും ഉപദേശിക്കുകയാണ്. റോങ് ആയിട്ടുള്ള ഉപദേശമാണ് കിട്ടുന്നത്. അതാണ് എല്ലാം കൂടി തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് സോഡാണ്. ഒരു വഞ്ചനയൊക്കെയാണ് നേരിട്ടിരുന്നത്. രഹസ്യമായിട്ട് സത്യമല്ല പറയുന്നത്, എല്ലാം റോങ് ആണ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നത്. അങ്ങനെ ആ വ്യക്തി ഒറ്റപ്പെട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ടി വന്നു. നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആവേണ്ടി വന്നതും എല്ലാം റോങ് ആയിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെയെല്ലാം നിങ്ങളിപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഓരോ ഗൂഢലക്ഷ്യത്തോടു കൂടെ ഓരോ വ്യക്തികളും നിങ്ങളെ തമ്മിൽ അകറ്റി. അവർ തേർഡ് പാർട്ടി എന്താണോ ആഗ്രഹിച്ചത് അത് നടന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 2 പേരും വേദന തിന്നാണ്. നെക്സ്റ്റ് കാർഡ് എംപ്രസ് ആണ്. അത്രയും മാതൃത്വം നിറഞ്ഞൊരു സ്നേഹമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ സമൃദ്ധിയും ബാലൻസായി പോയിരുന്നു. നല്ല അബണ്ടൻസും ധനെല്ലാം വന്നുകൊണ്ടിരുന്നു. ഒരു
ആയിട്ട് രണ്ടുപേരും നന്നായിട്ട് വളരാൻ പോകുന്നുണ്ടായിരുന്നു. എല്ലാം സ്റ്റക്കായിട്ടാണ് ഈ സെപ്പറേറ്റ് സംഭവിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഏറ്റവും വാല്യുബിളായ വ്യക്തി നിങ്ങളാണ്. എംബറസ് അല്ലേ? അത്രയും അൺകണ്ടീഷണലി ലവാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്നത്. അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷനും ഇല്ല. രണ്ടുപേരുടെ സ്നേഹത്തിനും അങ്ങനെ ഇത് മറ്റുള്ളവർക്ക് ജലസി ഉണ്ടാക്കും. നിങ്ങളിങ്ങനെ നല്ല ഇതായി പോകുന്നു, നിങ്ങൾ തമ്മിലൊന്നും തെറ്റുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല. അപ്പം മറ്റുള്ളവർ പാരവെക്കും. 3 of Pentacles, പാരവെപ്പ്, കളവ് പറഞ്ഞു കൊടുക്കൽ. അപ്പോൾ അതിങ്ങനെ രണ്ടുപേരെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു അവർ. അപ്പം നിങ്ങൾ തമ്മിലുള്ളത് സോൾ കണക്ഷനാണ്. എംബറസ് അല്ലേ? സോൾ കണക്ഷനാണ്. അത്രക്ക് ഡീപ്പായ ബന്ധമാണ്. എത്ര അകലുന്നത് എന്തിനാ? കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ വ്യക്തിക്ക് മനസ്സിലായി, ഇപ്പം അകന്നപ്പം മനസ്സിലായി, ഇത് എൻ്റെ വ്യക്തിയുടെ പവർ എന്താണ്, എൻ്റെ പവർ എന്താണ്, നമ്മൾ തമ്മിൽ ചേരുമ്പോഴുള്ള പവർ എന്താണ്. ഇത് അൺകണ്ടീഷണലി ലവ് ചെയ്യുന്ന വേറെ ആരും എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായി. ഒരു കണ്ടീഷനുമില്ല, ഒന്നിനു വേണ്ടിയല്ല സ്നേഹിക്കുന്നത്, സ്നേഹത്തിന് വേണ്ടി മാത്രം. അങ്ങനെ രണ്ടുപേരും. മറ്റുള്ളവരെല്ലാം എന്തിനാന്ന് വന്ന് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ അടുത്ത് വരുന്നത്. എന്തായിരുന്നു എനിക്ക് തന്ന സ്നേഹം, എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ വ്യക്തി എനിക്ക് തന്ന സ്നേഹം എന്തായിരുന്നു, എൻ്റെ വ്യക്തി എൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ എന്തായിരുന്നു, ഒക്കെ എല്ലാം മനസ്സിലായി. ബോട്ടം 4 of Swords ആണ്. ഒരു വിശ്രമിക്കുക, എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് ആ വ്യക്തി ഇതെല്ലാം എന്താണ് തമ്മിലുണ്ടായത്, നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് എന്തായിരുന്നു, മറ്റും എല്ലാവരും എങ്ങനെയാണ് അതാണ്. അപ്പം ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആലോചനയിലാണ് ആ വ്യക്തി. എല്ലാം ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് എല്ലാം മറ്റുള്ള ഈ നെഗറ്റീവായ ടീമിൻ്റെ അടുക്കൽ നിന്ന് മൊത്തം അകന്നു നിൽക്കാനാണ് ആ വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ആരെയും ലൈഫിലേക്ക് അടുത്ത് നിൽക്കുന്നില്ല ഇപ്പോൾ ആ വ്യക്തി. അത്രയും എല്ലാം അകറ്റി നിർത്തുകയാണ്. മഹാദേവനെയും ശ്രീ പാർവതിനെയും കിട്ടിയിട്ടുണ്ട്, ശ്രീരാമദേവനെയും കിട്ടിയിട്ടുണ്ട്. ഞാൻ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞാൻ ശ്രീരാമ ഭഗവാനെ എടുക്കുന്നു കേട്ടോ. അതിന് അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പുറം മഹാദേവനും പാർവതി ദേവിയാണ്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, അപ്പം ഞാൻ ശ്രീരാമ ഭഗവാനെ എടുക്കുന്ന. ശ്രീരാമ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിൽ സ്നേഹവും വെച്ചിട്ട് ഈഗോ പിടിച്ച് നിൽക്കാതെ നിങ്ങളുടെ മനസ്സ് സത്യസന്ധമായി തുറന്ന് കാണിക്കാനാണ് ശ്രീരാമ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. I know exactly what I was doing. ഞാൻ ചെയ്യാത്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. You are my strength. നീയാണ് എൻ്റെ strength. I look for you everywhere.
ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു. ഏപ്രിൽ ഭരണി. രേവതി അക്കൗണ്ടൻറ്റ്. അശ്വതി ആഗസ്റ്റ്. തിരുവനന്തപുരം യു. കോട്ടയം ഡിസംബർ. എറണാകുളം എൽ. ജി മലപ്പുറം. ചെന്നൈ ആക്ടർ. ട്രാവൽ ബിസിനസ്. ഒക്ടോബർ പൂരം. എം തൃശ്ശൂർ. ജൂലൈ രോഹിണി. തിരുവോണം കൊല്ലം. ജർമ്മനി പോലീസ്. പാലക്കാട് എച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.